നല്ല അടിപൊളിയായിട്ട് വേണ്ട നല്ല ഓർഗാനിക് വെണ്ടയ്ക്ക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നല്ല സമയം വരും. അപ്പോൾ ഇന്ന് 17ാമത്തെ ദിവസമായിട്ട് കൂട്ടുന്നു. 17ാമത്തെ നല്ല 1 മാസത്തിന് മുകളിലായി. ഞാൻ പിന്നെ ഒരു കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മളുടെ ചുമന്ന ചീര എന്തായാലും പാളി, അത് വലുതാവുന്നേ ഇല്ല, അത് ഒരു ലെവലിൽ അങ്ങ് നിൽക്കുക. പിന്നെ നമ്മളെ പയർ ഇങ്ങനെ ചെറുതായിട്ട് പൂവിട്ടിട്ടുണ്ട്, അത്യാവശ്യം വലുതായിട്ടുണ്ട്. വെണ്ടയ്ക്ക കായ്ച്ചു. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. പച്ചച്ചീര നല്ല സെറ്റാണ്, നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ തക്കാളി വിത്ത് പിരിച്ച് നട്ടു. നമ്മുടെ കുറച്ച് ചീര വിത്തൂടെ ബാക്കിയുണ്ട്. അതിനുള്ള സ്ഥലം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നാളെ ഇടണം. യെസ്. അപ്പം ഞാൻ നമ്മളുടെ ഇതുവരെയുള്ള സംഗതികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മളുടെ പയർ ഇതുണ്ട്, പൂവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉടനെ തന്നെ കായ്ക്കുമായിരിക്കും. ചിലത് വള്ളിപ്പയറാണെന്ന് തോന്നുന്നു. അതിന് ഞാൻ ചെറിയൊരു കമ്പൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. 1, 2, 3 കമ്പും കൂടെ കുത്തി കൊടുക്കണം, കുഴപ്പമില്ല. പിന്നെ നമ്മളുടെ വെണ്ടയ്ക്ക ഇതുണ്ട്. വെണ്ടയ്ക്കൊക്കെ പക്ഷേ അതങ്ങ് വളർന്ന് പൊന്തി വരുന്നില്ല. പക്ഷേ വെണ്ടയ്ക്ക കായ്ച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. എല്ലാത്തിലും വെണ്ട വന്നിട്ടുണ്ട്. എന്തായാലും വെണ്ടയ്ക്ക എന്തായാലും സക്സസ് ആണ്. ഇവിടെയൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് വേണ്ട നല്ല ഓർഗാനിക് വെണ്ടയ്ക്ക. എന്തായാലും നമുക്ക് ഒരുപാട് ഹാപ്പി. ഇവിടെ ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ വെണ്ടയുടെ കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. വളരെ നല്ല രീതിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു 1/2 കിലോ വെണ്ടയ്ക്കൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ അത് സെറ്റാണ്. പയറും ഉടനെ തന്നെ കായ്ക്കും എന്ന് വിചാരിക്കുന്നു. പൂവിട്ടിട്ടുണ്ട്, അപ്പോൾ പിന്നെ അത് ഉടനെ തന്നെ വലുതാവും. ഇത് നമ്മളുടെ പച്ചച്ചീര താഴത്തിലിടാന്ന് പറഞ്ഞ് നല്ല ഫയറായിട്ട് അതും ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇത് നമ്മളുടെ തക്കാളി കുറച്ചുകൂടെ ഒന്ന് പിരിച്ച് നടണം. ഞാനൊരു 5-6 ഞാൻ പിരിച്ച് നട്ടിട്ടുണ്ട്. ഇതാണത്. പിന്നെ വെയിൽ നല്ല കൂടുതലാണ്. ആ ഭാഗത്ത് ഭയങ്കര വെയിൽ കൂടുതലായതുകൊണ്ട് അതിന് ചെറിയൊരു വാട്ടം തട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ കിളച്ചിട്ട സ്ഥലമാണ്. ഇവിടെ ഞാൻ വഴുതനയും ചീരയും നടണമെന്നാണ്. അപ്പോൾ എല്ലാവരും സന്തോഷവും സമാധാനവും സ്വസ്ഥവുമായിരിക്കും. അപ്പോൾ ബൈ.